ഹായ് ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. കർക്കിടകം 3-ാം തീയതിയിലെ വീഡിയോ ആണ് ഇത്. അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റ് കേട്ടോ. മുറ്റം ഞാൻ വൈകുന്നേരം അടിച്ചു വാരാണ് ചെയ്യാറ്. അമ്മന് പോകാനില്ലാത്ത ദിവസം അവൾ രാവിലെ അടിച്ചു വാരും കേട്ടോ. ഉമ്മറും ഞാൻ രാവിലെ അടിച്ചു വാരി തുടച്ചിട്ടാണ് പിന്നെ കുളിച്ചിട്ട് വന്നിട്ട് ശീബോധി വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ശീബോധി വെക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ അടുക്കളയിലേക്ക് പോന്നു കേട്ടോ. പിന്നെ ആദ്യം കുടിക്കാനുള്ള വെള്ളവും ചായക്കുള്ള വെള്ളവും വെച്ച് കൊടുത്തേ. അടുക്കളയിൽ വന്ന് ആദ്യം ചെയ്യുന്ന പണി ഇതാണ്. ഞാൻ രാത്രി തുടച്ചിട്ടാലും പിന്നെ രാവിലെയും തുടയ്ക്കും കേട്ടോ. കാരണം രാത്രി നമ്മൾ ഉറങ്ങിയാൽ എന്തൊക്കെ ജീവിയാണ് ഇതിലൂടെ ഓടുക എന്നറിയില്ലല്ലോ. പിന്നെ അതിന് ശേഷം ചോറിന് വെള്ളം വെച്ച് കൊടുത്തു. ഇന്നിപ്പോൾ സുരേട്ടനും അമ്മൂനും പോകാനില്ലേ. അപ്പോൾ ഇന്ന് തിരക്കൊന്നുമില്ല, സാവധാനം ഉണ്ടാക്കിയാൽ മതി. എന്നാലും എനിക്ക് രാവിലത്തെയോ ഉച്ചത്തെയോ ഒരുമിച്ചുണ്ടാക്കുന്നതാണ് ഇഷ്ടം. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അമ്മയ്ക്കൊരു സർജറി കഴിഞ്ഞിട്ടുണ്ട്, മുട്ടുമാറ്റി വയ്ക്കൽ. ഇപ്പം 2 മാസമായി. കുറച്ച് ദിവസം ചേച്ചിയുടെ അടുത്തായിരുന്നു, പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതാണ്. ഇപ്പം വേദനയൊക്കെ മാറി വാക്കറില്ലാതെ നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഞാൻ പല്ല് തേച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്നതൊരു പതിവാണ്. ആദ്യമൊക്കെ തലേന്ന് തിളപ്പിച്ചാറിയ വെള്ളമായിരുന്നു കുടിക്കാറ്. പിന്നെ എനിക്ക് കാലുവേദന വന്നപ്പോൾ ഓർത്തോൻ്റെ ഡോക്ടർ പറഞ്ഞു രാവിലെ ചൂടുവെള്ളം കുടിക്കണമെന്ന്. അപ്പം പിന്നെ അതിനുശേഷം ഞാൻ ചൂടുവെള്ളമാണ് കുടിക്കുന്നത്. പിന്നെ ഞാൻ ഓരോരുത്തർക്ക് ചായ കൊടുത്തു. ഞാനും ചായ കുടിക്കുകയാണ്. ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ അടുക്കളയിലേക്ക് പോന്നു കേട്ടോ. പിന്നെ ഇതാ ചോറിന് വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിന്. അപ്പോൾ അരി കഴുകിയിട്ട് കൊടുത്തു. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്ക് വേണ്ട പൊടിയൊക്കെ കുഴച്ചെടുക്കുകയാണ്. എൻ്റെ സ്റ്റൗവിന് 2 ബർണറും കത്തുന്നില്ലേ. അത് നന്നാക്കാൻ വേണ്ടി സുരേട്ട ഇന്ന് താമരശ്ശേരിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നേ. വേഗം ചപ്പാത്തിയും കറി ഉണ്ടാക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിച്ചു. ഞങ്ങൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സുരേട്ടൻ സ്റ്റൗവും കൊണ്ട് പോയേ. അപ്പം പിന്നെ ഞാൻ ഉച്ചത്തേക്ക് ചോറ് മാത്രമേ ആയുള്ളൂ കേട്ടോ. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി കുറച്ച് ബാക്കി ഫ്രിഡ്ജിലുണ്ട്. ഒരു പച്ചക്കറി ഉപ്പേരിയും വെക്കണം. അതൊരു 12 മണിയാകുമ്പോഴത്തേക്ക് വെച്ചാൽ മതിയല്ലോ. ഞാനിപ്പോൾ സുരേട്ടനെ വിളിച്ചപ്പോൾ 12 മണിയാകുമ്പോഴത്തേക്ക് റെഡി ആവും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ബാക്കിയുള്ള പണിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാത്രം കഴുകലും കൗണ്ടർ ടോപ്പ് തുടയ്ക്കലും അടുപ്പ് തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് എൻ്റെ കിച്ചണിലെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോഴത്തേക്ക് ഇതാ സുരേട്ട സ്റ്റൗവും കൊണ്ട് വന്നിരുന്നേ. പിന്നെ വേഗം തന്നെ ബർണറൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ സ്റ്റൗ ഒന്ന് തുടച്ചു കൊടുത്തേ. പിന്നെ വേഗം തന്നെ സുരേട്ടനൊരു ചായ ഇട്ട് കൊടുത്തു കേട്ടോ. സുരേട്ടൻ ഇന്ന് വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഉപ്പേരിക്ക് കോവയ്ക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇളവനെ കൊണ്ടൊരു മോരുകറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. വേഗം തന്നെ സടപട ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതാ മോരുകറിയൊക്കെ റെഡിയായേ.